الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الكرام، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولله ملك السماوات والأرض والله على كل شيء قدير. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. ബഹുമാനിയായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം പ്രാർത്ഥനയാണ്. അദൃശ്യമായ ശക്തിയിൽ നിന്ന് ആവശ്യങ്ങൾ നേടുന്നതിനുള്ള ഒരു സഹായ അഭ്യർത്ഥനയാണ് പ്രാർത്ഥന. ഈ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികൾക്കും ആവശ്യങ്ങളുണ്ട്. ഒരാറ്റം മുതൽ ഈ ബ്രഹ്മാണ്ഡഘട മുഴുവനുള്ള എല്ലാത്തിനും ആവശ്യങ്ങളുണ്ട് എന്നാണ്. അങ്ങനെയാണ് അവയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ ആ ആവശ്യം നേടിത്തരുന്നതിന് അല്ലെങ്കിൽ പൂർത്തിയാക്കുന്നതിന് കഴിവുള്ള കേന്ദ്രത്തെ സമീപിക്കുക എന്ന ഒരു ജന്മപ്രകൃതമായ ഒരു ബോധവും എല്ലാത്തിനും നൽകിയിട്ടുണ്ട്. കുല്ലുൽ എല്ലാത്തിനും അതിന്റെ പ്രാർത്ഥനയും കൃത്യവും അറിയാം. മനുഷ്യൻ മാത്രമല്ല പ്രാർത്ഥിക്കുക. ജന്തുക്കളും സസ്യങ്ങളും മത്സ്യങ്ങളും അതുപോലെ ഓരോ ആറ്റവും ഇതുവരെ നമുക്ക് അത്ഭുതം തോന്നും. ഹൈഡ്രജൻ ആറ്റവും ഓക്സിജൻ ആറ്റവും ഒക്കെ ഇങ്ങനെ അതിൻ്റെ ഒരു വൈബ്രേഷൻ ഉണ്ട്. അതതിൻ്റെ പ്രാർത്ഥനയാണ്. എല്ലാത്തിനും അതിൻ്റെ പ്രാർത്ഥനവും കീർത്തനവും അറിയാം. സൃഷ്ടാവിനെ പ്രകീർത്തിക്കുക എന്നത് എല്ലാ
സൃഷ്ടികളും ചെയ്യുന്ന പ്രകൃതിദത്തമായവർ ചെയ്യുന്ന ഒരു ഏർപ്പാടാണ്. എല്ലാത്തിനും അതിനെ സംബന്ധിച്ച് ജ്ഞാനവും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പ്രാർത്ഥന തന്നെയാണ് യഥാർത്ഥത്തിൽ ആരാധന. അങ്ങനെയുള്ള ഒരു ആരാധനയാണ് മനുഷ്യൻ ജീവിതത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ഇൻസിനെയും ജിന്നിനെയും, അതായത് ജിന്നുവർഗത്തെയും ഇൻസുവർഗത്തെയും മനുഷ്യവർഗത്തെയും സൃഷ്ടിച്ചിരിക്കുന്നത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ മറ്റൊന്നുമല്ല. അപ്പൊ ആരാധന എന്നത് പ്രാർത്ഥന തന്നെയാണ് എന്ന് ഖുർആൻ എടുത്തു പറയുന്നു. എന്ന് പറഞ്ഞാൽ ജീവിതം എന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയ്ക്ക് അപ്പുറം മറ്റൊന്നുമില്ല. ഇപ്പൊ പ്രാർത്ഥന നിരതമായിരിക്കും ജീവിതം. അപ്പൊ ആ പ്രാർത്ഥന ഏത് കോലത്തിൽ വേണം, എങ്ങനെ വേണം, പ്രാർത്ഥനയുടെ ജീവിതത്തിന്റെ പ്രാർത്ഥന എന്താണ് എന്നൊക്കെ ആദം നബി അലൈഹിസ്സലാം മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തെ പഠിപ്പിക്കുന്നു. പ്രാർത്ഥനയുടെ ശക്തി, ദ പവർ ഓഫ് പ്രയർ, അതാണ് യഥാർത്ഥ മനുഷ്യ ജീവിതത്തിലെ ശക്തി. പണത്തിന്റെ ശക്തിയല്ല, ആരോഗ്യത്തിന്റെ ശക്തിയല്ല, സ്ഥാനമാന പദവികളുടെ ശക്തിയല്ല, പ്രാർത്ഥനയുടെ ശക്തിയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ശക്തി. വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. നമ്മൾ അത്രയൊന്നും ശ്രദ്ധിക്കാതെ പോകുന്ന സംഗതിയാണ്. കുറച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നേടാനുള്ള പൈസയും സ്വാധീനവും കഴിവും ആരോഗ്യമൊക്കെ ഉള്ളപ്പോൾ മനുഷ്യൻ പലപ്പോഴും വിചാരിക്കും തനിക്ക് താൻ പോകുന്നവരാണ്, മറ്റാരുടെയും സഹായം ആവശ്യമില്ല. സഹായം ആവശ്യമാവണമെങ്കിൽ യാഥാർത്ഥ്യബോധം വേണം. യാഥാർത്ഥ്യബോധമുണ്ടായെങ്കിലേ അവന്റെ നിസ്സഹായത അവന് ബോധ്യമാവുള്ളൂ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൗകര്യങ്ങൾ ലഭ്യമായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ പലപ്പോഴും മനുഷ്യന് അധികം ആളുകൾക്ക് യാഥാർത്ഥ്യബോധം കുറയും. എന്തൊക്കെയാണ് എന്ന ധാരണയിലായിരിക്കും സംസാരിക്കുകയും ചിന്തിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യാം. നിസ്സഹായരായി കിടക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥന വരും. മറ്റുള്ളവരോട് നമ്മൾ പ്രാർത്ഥിക്കാൻ കഴിയും. ആരോഗ്യം ക്ഷയിച്ചാൽ, സമ്പത്ത് നഷ്ടപ്പെട്ടാൽ, മരണം സംഭവിച്ചാൽ, നമ്മളെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ മരിച്ചു പോകുമ്പോൾ നമ്മുടെ നിസ്സഹായത അപ്പുറം ബോധ്യം. ഏറ്റവും പ്രിയപ്പെട്ടതാണ്, കുറെ കാലം ഉണ്ടാവുമെന്ന് വിചാരിച്ചു, പെട്ടെന്ന് മരിച്ചു. അപ്പൊ നമുക്ക് ആ ബോധം ഉണ്ടാകും. കൈകാലുകൾ പഴഞ്ഞുപോയി, തളർന്നുപോയി, അല്ലെങ്കിൽ അപകടം പറ്റിപ്പോയി. അപ്പൊ നമ്മൾ നിസ്സഹായരായി. അപ്പൊ നമുക്ക് ബോധ്യമാവും. വലിയൊരു നഷ്ടം പറ്റി, സാമ്പത്തികമായ നഷ്ടം, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥാനം പോയി. അപ്പോൾ നമുക്ക് ശൂന്യത അനുഭവപ്പെടും, നിസ്സഹായത ബോധ്യമാവും. ഇതെന്തെങ്കിലും അപകടം വരുന്ന സമയത്ത് അല്ലെങ്കിൽ കുഴപ്പം വരുന്ന സമയത്ത് മാത്രം മനസ്സിലാക്കേണ്ട ഒരു സംഗതിയല്ല യാഥാർത്ഥ്യബോധം. യാഥാർത്ഥ്യബോധം എപ്പോഴും ഉണ്ടായിരിക്കണം. ആ ബോധം മനുഷ്യനെ എപ്പോഴും പ്രാർത്ഥന നിരതമായി നിലനിർത്തുന്ന. ആ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ആരാധന ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പ്രാർത്ഥിക്കും. വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രാർത്ഥിക്കും. എല്ലാവരും പ്രാർത്ഥനയും അത് സ്വീകരിക്കുകയും ചെയ്യും. ഏത് പ്രാർത്ഥന ആരുടേത് എപ്പോൾ എങ്ങനെയൊക്കെ സ്വീകരിക്കണമെന്ന് തീരുമാനിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അവകാശമുള്ളൂ. അല്ലാഹുവിനെയും പരലോകത്തെയും പ്രതീക്ഷിക്കുന്ന ആളുകളുടെ പ്രാർത്ഥന ഒരു തരത്തിലായിരിക്കും. ഭൗതിക ജീവിതത്തിന്റെ താല്പര്യങ്ങള്, ആശകള്, അഭിലാഷങ്ങളൊക്കെ ഉള്ള ആളുകളുടെ പ്രാർത്ഥന വേറെ തരത്തിലായിരിക്കും. ഓരോ അടിമയും അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹു മഹാകാരുണ്യവാനുമാണ്. അതുകൊണ്ട് അംഗീകരിച്ചാലും നിഷേധിച്ചാലും ഒരു നിശ്ചിത കാലം വരെ എല്ലാവരെയും സംരക്ഷിക്കൊള്ളാമെന്ന് അള്ളാന്റെ വാഗ്ദാനമാണ്. അള്ളാഹ് വാഗ്ദാനം ലംഘിക്കില്ല. അപ്പൊ കൊടിയ കാഫറിനും മുശ്രിക്കിനും മുനാഫിക്കിനും ഒക്കെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. പക്ഷെ അതിനൊക്കെ ചില നിബന്ധനകളുണ്ട്. ആ പ്രാർത്ഥന അവർക്കൊടുവിൽ ഹസാറ ഇല്ല ഹസാറ, അക്രമികളുടെ പ്രാർത്ഥന ഒടുവിൽ അവർക്ക് നഷ്ടമല്ലാതെ പറ്റുന്നത് പറ്റില്ല. പണം ചോദിച്ചു, പണം കൊടുത്തു, ആ പണം തന്നെ അവന് അവസാനം നശിപ്പിക്കും. അധികാരം ചോദിച്ചു, അധികാരം കൊടുത്തു, ആ അധികാരം തന്നെ അവനെ ദുഷിപ്പിക്കും, ഒടുവിൽ അവനെ നശിപ്പിക്കും. മക്കളെ ചോദിച്ചു, മക്കളെ കൊടുത്തു, ആ മക്കൾ തന്നെ ഒരിക്കൽ അവന് വേദനയും പ്രയാസമായിട്ട് എല്ലാം കഴിഞ്ഞ് ഇവിടെ നിന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാനുണ്ടാവില്ല.
പരലോകത്തെ നിഷേധിച്ചുകൊണ്ട് അവിടെയും ഒന്നും കിട്ടാനില്ല. ഒടുവിലത് മനസ്സിലാവുള്ളൂ. ഇവിടെ കിട്ടിയത് പോയി, ഇവിടെ കിട്ടാൻ ഒന്നും പിടിച്ചിട്ട് പറ്റില്ല. കാരണം ഇതൊരു ഫ്ലോവാണ്, ഒന്നും പോയിക്കൊണ്ടിരിക്കും. ആ ഫ്ലോ ഒന്നും പിടിച്ചു വെക്കാൻ പറ്റില്ല. ആർക്കും നമുക്ക് നമ്മെ തന്നെ പിടിച്ചു വെക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ പ്രാർത്ഥന നിരതമായിരിക്കണം. സത്യവിശ്വാസിയുടെ ആയുധം പ്രാർത്ഥനയാണ്. അവരുടെ ദീനിന്റെ തൂണ് എന്ന് പറഞ്ഞാൽ അതിന്റെ നട്ടല് എന്നൊക്കെ പറയാം. അവർ ദീൻ നിലനിർത്തുന്നത് പ്രാർത്ഥന കൊണ്ടാണ്. അവർ കോൺഫിഡൻസ് ഉണ്ടാക്കുന്നത് പ്രാർത്ഥന കൊണ്ടാണ്. അടുപ്പിച്ചവർ പ്രാർത്ഥന എന്നത് ആരാധനയുടെ മജ്ജയാണ്, തലച്ചോറാണ്. അല്ല, പ്രാർത്ഥന തന്നെയാണ് ആരാധന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നീ പറയാ എന്റെ രക്ഷിതാവ് എന്നോട് പറഞ്ഞിരിക്കുന്നു എന്ന് നീ പറയാം. അദ്ഉനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക. അസ്തജിബ് ലക്കും, നോ കണ്ടീഷൻ. ആലോചിക്കുക, ഇവിടെ പറയേണ്ടത് ഒരു കണ്ടീഷനില്ല. കണ്ടീഷൻസ് ഒക്കെ പിന്നീട് വന്നു. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, നാം നിങ്ങൾക്ക് ഉത്തരം തരാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, പിന്നെ അവിടെ ദുആ എന്നല്ല ഇബാദത്ത് എന്ന് അറിയിച്ചു. അതേ വാചകത്തിന്റെ രണ്ടാമത്തെ ക്ലോസ്. എന്നെ ആരാധന, എന്നെ ആരാധിക്കാതെ അല്ലെ എന്റെ ആരാധനയിൽ പെടാതെ അഹങ്കാരികൾ നടക്കുന്ന ആളുകളെ സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ, നിന്ദ്യരായി ഉടനെ തന്നെ നാം നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. എപ്പോഴും ആവാം, ഏത് നിമിഷമാവാം. അഹങ്കാരികളായി ചമഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാതെ നടക്കുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ പ്രവേശിപ്പിക്കും എന്നാണ് പറഞ്ഞത്. നമ്മുടെ ദൈവം അടുത്താണോ എന്നാൽ രഹസ്യമായി ചോദിക്കാം. അല്ല, പടച്ചോൻ വളരെ അകലെയാണോ എന്നാൽ നമുക്ക് വിളിച്ചു ചോദിക്കാമെന്നൊക്കെ ചർച്ച ചെയ്ത മക്കയിലെ കുറേശ്ശികളുണ്ടായിരുന്നു. അങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. അവരോട് നേരിട്ട് പറയാൻ പറ്റും. നമുക്കും അത് മനസ്സിൽ പതിക്കുന്നതിനാണ് റസൂലിനോട് പറയാം. എന്റെ അടിമകൾ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ നീ പറയണം, ഞാൻ വളരെ അടുത്താണ്. ഉജീബു ദഅവത്തദായി, പ്രാർത്ഥിക്കുന്നവന് ഉത്തരം നൽകിക്കൊണ്ട് നാം അവനെ വളരെ അടുത്ത് വെക്കുന്നു. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, കണ്ടത്തിലെ രക്തധമനിയേക്കാൾ നാം അവനോട് അടുത്താണ് നിൽക്കുന്നത്. ഇദാ ദഅാനി, അവൻ എന്നോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ അതോട് ഫസ്തജീബൂ ലീ വൽയുമിനൂ ബി ലഅല്ലഹും യർഷദൂൻ, പ്രാർത്ഥിക്കാൻ പറഞ്ഞ എന്റെ വിളിയുണ്ടല്ലോ, അതിനവൻ ഉത്തരം നൽകട്ടെ, എന്നിൽ അവൻ വിശ്വാസം അർപ്പിക്കുകയും ചെയ്യട്ടെ, അവൻ തീർച്ചയായും സന്മാർഗം പ്രാപിച്ചേക്കാം. അപ്പൊ ആവശ്യം ചോദിക്കുന്നത് തരാൻ കഴിവുള്ളവനാണ്. എന്തെങ്കിലുമൊക്കെ തരാൻ കഴിവുള്ളവനാണ് ചോദിച്ചാൽ തരാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു അടിമ അള്ളാഹുവിനോട് ചോദിച്ചിട്ട് അവൻ വെറുതെ വിട്ടാൽ അത് അള്ളാഹുവിന് ലജ്ജ ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അടിമ കൈയെടുത്ത് എന്നോടൊരു കാര്യം ചോദിച്ചു, ഞാനത് കൊടുക്കാതെ വിടുന്നത് എന്റെ സ്ഥാനത്തിനും മാനത്തിനും വഹാറിനും ഒക്കെ മോശമാണ്. അതുകൊണ്ട് എനിക്ക് ലജ്ജ കിട്ടും. എന്റെ അടിമ എന്നോട് ചോദിച്ചിട്ട് ഞാൻ വെറുതെ വിടില്ല. അപ്പൊ ആരെയും വെറുതെ വിടില്ല. പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ഉത്തരം കിട്ടും. അപ്പോ പ്രാർത്ഥിക്കുക എന്നത് ഒരു തൗഫീഖാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഉമർ റളിയല്ലാഹു അൻഹു പലപ്പോഴും പറയാറുണ്ടായിരുന്നു, ഉമർ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്നുള്ളതിൽ ഉമറിന് യാതൊരു സംശയമില്ല. പക്ഷെ ഉമറിന് പ്രാർത്ഥിക്കാൻ തൗഫീഖ് കിട്ടുമോ എന്നുള്ളതാണ് സംശയം. എപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റില്ല, എന്തും പ്രാർത്ഥിക്കാൻ പറ്റില്ല. അതിനൊരു കൺട്രോൾ. ആവശ്യങ്ങളെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന അവരെയാണ്, വെക്കുന്നത് അവരെയാണ്, പ്രാർത്ഥിക്കാൻ കഴിവ് തരുന്ന അവരെയാണ്, കാര്യങ്ങൾ ബോധീകരിച്ചിരുന്നവരാണ്. ഈ അല്ലാഹുവിനെ കുറിച്ച് എന്തേ നിങ്ങൾ മനസ്സിലാക്കിയത് എന്നാണ് പറഞ്ഞത്. ഇപ്പൊ പ്രാർത്ഥനയുടെ ആഴം, അതായത് സിൻസിയറിറ്റി, അതിന്റെ ആത്മാർത്ഥത കൂടുതൽ എപ്പോഴാന്ന് ചോദിച്ചാല് അവന് ആഴത്തിൽ വിവരം ഉണ്ടാവുമ്പോഴാണ്. ആഴത്തിൽ വിവരം ഉണ്ടാവുമ്പോഴേ മനുഷ്യന് അവന്റെ നിസ്സഹായത ബോധ്യമാവും. അതുകൊണ്ട് അങ്ങനെ നിസ്സഹായത ബോധ്യമാക്കാൻ മനുഷ്യനെ അവന്റെ ചുറ്റുപാടിൽ നിന്നും ഇളക്കി മേലോട്ടാണ് കൊണ്ടുപോകാൻ. ഈ മണ്ണിന്റെയും അതുപോലെ തന്നെ പണത്തിന്റെയും പിടുത്തത്തിൽ നിന്ന് മനുഷ്യ മനസ്സിനെ ഇളക്കിയെടുത്തിട്ട്
സൗരയൂഥങ്ങൾക്കപ്പുറം, ഗാലക്സികൾക്കപ്പുറം ഈ മഹാപ്രപഞ്ചത്തിലൂടെ ഇങ്ങനെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന സാഹസികമായ യാത്രയുടെ രസകരമാവും പഠനാർഹവുമായ ഒരുപാട് ചിത്രയിൽ നിങ്ങൾ ഖുർആനിന്റെ പലയിടത്ത് കാണാനുണ്ട്. സൂറത്ത് ആലി ഇംറാനിലെ അത്തരമൊരു ചിത്രീകരണത്തിന്റെ ആദ്യ വാചകങ്ങളാണ് 189 മുതലുള്ള വാചകങ്ങളാണ് ഞങ്ങൾ ധരിച്ചത്. അതിലാദ്യം തന്നെ പറയുന്നത് വലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ്. ഈ അധികാരത്തെ കുറിച്ചാണ്, അതായത് ഉടമസ്ഥാവകാശം. ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥാവകാശം അല്ലാഹുവിനുള്ളതാണ്, ബോധ്യപ്പെടേണ്ട ഒരു സമയമാണ്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാത്തിനും കഴിവുള്ളവനാണ് അല്ലാഹു. പ്ലെയിനെ കണ്ട് പറഞ്ഞു നോക്കുക, പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥാവകാശം അല്ലാഹുവിനുള്ളതാണ്, എല്ലാത്തിനും കഴിവുള്ളവനാണ് അല്ലാഹു. ഇത് സാധാരണ മനസ്സിൽ പറഞ്ഞാൽ അത്ര ആഴത്തിൽ കാര്യക്കൊള്ളുന്നില്ല. അങ്ങനെയാണ് മനുഷ്യ മനസ്സിന്റെ ഘടന. അതുകൊണ്ട് അല്ലാഹു ആഴങ്ങളിലേക്ക് പോവാം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിൽ അൽബാബ്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിലും, ആകാശഭൂമികൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിലും രാപ്പകലുകളുടെ മാറി മാറിയുള്ള വരവിലും ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് ഒരുപാട് തെളിവുകളുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട്. എന്ത് തെളിവ? അല്ലാഹ് എല്ലാത്തിനും കഴിവുള്ളതാണെന്നും ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥാവകാശം അല്ലാഹുവിനാണ് എന്നും വളരെ വ്യക്തമാക്കി തന്നുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പും ഈ രാപ്പകലുകളുടെ മാറ്റവും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ശാസ്ത്രം വളർന്നിട്ടുണ്ട്, ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ രാപ്പകലുകൾ അത് മാറ്റാനൊക്കെ പറ്റുമോ? വല്ലാത്തൊരു ചോദ്യമാണ്. രാവിലെ പകലാവും, പകലിന് രാവാകും. കുറച്ച് ലൈറ്റ് കിടാന്നുള്ളത് വേറെ രസം, വെളിച്ചം കണിക്കും. പക്ഷെ രാവിലെ പകലാക്കാനും പകലിനെ രാത്രിയാക്കാനും വളരെ സാധ്യത. അതിലങ്ങ് അനുഭവിച്ചു പോവുകയല്ലാതെ വേറെ യാതൊരു നോക്കില്ല. രാപ്പകലുകളുടെ ദിനരാത്രങ്ങളുടെ മാറ്റത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ പോലും കഴിയില്ല. അത് സൂര്യൻ അങ്ങനെ വരുമ്പോൾ മറ്റിങ്ങനെ വരുമ്പോൾ അതിന്റെ ഭാഗം ഇങ്ങനെ വരുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് കുറെ വ്യാഖ്യാനങ്ങൾ എഴുതി വെക്കാമെന്നുള്ളതല്ലാതെ നിഴലിൽ അതെങ്ങനെയാണ്, എവിടെ നിന്നാണ് അവർ ഭവിക്കുന്നത്? ആ നിഴല് കണക്കുമ്പോൾ രാത്രിയാവുന്നത്. എവിടെയും നിഴല കണക്കാൻ രാത്രിയാവുന്നത്. പകൽ നമ്മുടെ നിഴല് കാണാറുണ്ട്. പകൽ കാണുന്ന നിഴൽ രാത്രിയാവുന്നില്ല. അപ്പൊ നിഴലിനും രാത്രിക്കും തമ്മിലുള്ള വ്യത്യാസം. ഈ പ്രപഞ്ചത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സ്ഥലത്തുണ്ട് പറയും. പ്രപഞ്ചം എന്ന് പറയുമ്പോൾ നമ്മള് ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അന്ന് കിട്ടില്ല. പല പ്രാവശ്യം പറഞ്ഞാൽ ആവർത്തിച്ച് പറഞ്ഞാലേ അതിന് മനസ്സിലാവുള്ളൂ. ഭൂമിയുടെ ചുറ്റുമുള്ള കുറെ അടുത്ത അയൽക്കാരുണ്ട്. നമുക്കറിയാം, ബുധൻ, ശുക്രൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറയണം. ഇതെല്ലാം കൂടെ സൂര്യന് കേന്ദ്രമായി. ആദ്യം 7 പിന്നെ 8 പിന്നെ 9 പിന്നെ 1 പുറത്താക്കി. ഇപ്പൊ പുതിയ കണ്ടുപിടിച്ചു. അങ്ങനെയൊക്കെ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഈ നക്ഷത്രം സൂര്യൻ എന്ന ചെറിയ നക്ഷത്രം ആണ് ഈ സൗരയൂഥം. അതിങ്ങനെ ഒരു പ്രാവശ്യം കറങ്ങി കണ്ടുപോകാൻ 22.5 കോടി വർഷം എടുക്കുന്ന മൊത്തം ഞാൻ കറങ്ങാൻ. ഭൂമി ഇങ്ങനെ കറങ്ങുന്നുണ്ട്, അതോടൊപ്പം അങ്ങോട്ട് കറങ്ങുന്നുണ്ട്. സൗരയൂഥം അതിന്റെ അപ്പുറം സ്വയം കറങ്ങുന്നുണ്ട്. സൗരയൂഥം ചുറ്റും കറങ്ങുന്നുണ്ട്. തലച്ചു പോകും. അങ്ങനെ കോടാനകോടി സൂര്യന്മാരും ഗ്രഹങ്ങളുമുള്ള ഒരു ഗാലക്സി. അങ്ങനെ 1250 കോടി ഗാലക്സികൾ നമ്മുടെ ഒന്നാം ആകാശം അവതരണം. മനുഷ്യന് പിടുത്തം കിട്ടുന്നില്ല. മനുഷ്യനെയാണ് കൊണ്ടുപോകുന്നത്. നമ്മളുടെ മനസ്സിലേക്ക് അത് തരുന്നത്. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഭൂമിയിൽ നിന്ന് മേലെ പിടിച്ചുയർത്തി എന്നിട്ട് സൗരയൂഥത്തിന്റെ പുറത്തുകൊണ്ടുവന്ന് ഗാലക്സികൾക്കപ്പുറം ഒരുപാട് ഗാലക്സികൾ. 1-ാം ആകാശം, 2-ാം ആകാശം, 3-ാം ആകാശം, അങ്ങനെ 7 ആകാശം. ശക്തമായ 7 ആകാശം. ആ 7 ആകാശത്തിന്റെ അപ്പുറത്തേക്ക് സിദ്റത്തുൽ മുൻതഹയിൽ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചെന്ന മഹാനായ പ്രവാചകനെ കൊണ്ട് നിർത്തുന്നു. നോക്ക്, അവിടെ നിന്ന് അങ്ങോട്ട് ആർക്കും പോകാൻ പറ്റില്ല. ജിബ്രീലും റസൂലും തമ്മിലുള്ള യാത്രയിൽ ഒരു ഘട്ടത്തിൽ ജിബ്രീൽ പറഞ്ഞു, മുഹമ്മദ് ഇനി താങ്കൾ ഇപ്പോൾ അതിനപ്പുറം എത്താൻ എനിക്ക് അനുവാദമില്ല. മെഹ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിനെ കാണാൻ പോകുന്ന പ്രവാചകന്റെ ചിത്രം നമ്മുടെ മനസ്സിലുണ്ട്. ഇന്ദഹാ ജന്നത്തുൽ മഅവ. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് മനുഷ്യർക്ക് പറക്കാനുള്ള സ്വർഗം. അർശും കുർസും
അള്ളാഹുവിന്റെ സത്ത ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇത്രയും മഹാപ്രപഞ്ചത്തിന്റെ പുറത്ത് അതിഗംഭീരനായ ഒരു ശക്തി വളരെ ആസൂത്രിതമായി എല്ലാത്തിനും കഴിവുള്ളവനായി നിലകൊണ്ടതുകൊണ്ടാണ് നിങ്ങൾ ഭൂമിയിൽ ശ്വാസം കഴിക്കുന്നത്, ഭൂമിയിലെ പുഴകൾ ഒഴുകുന്നത്, ഭൂമിയിലെ കെട്ടിടങ്ങൾ ആ സ്ഥാനത്ത് നിൽക്കുന്നത്, നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ റോഡിലൂടെ വണ്ടി പോകുന്നത്, അതുപോലെ തന്നെ നിങ്ങൾ മക്കളെ ലാളിക്കുമ്പോൾ എടുക്കുമ്പോൾ അവരെ കിട്ടുന്നത്, നിങ്ങൾ ഭാര്യാഭർത്തബന്ധം സ്ഥാപിക്കുമ്പോൾ അത് സാധിക്കുന്നത് ഈ മഹാപ്രപഞ്ചത്തിന്റെ അപ്പുറത്ത് നിന്ന് ഇത് നിയന്ത്രിച്ചുകൊണ്ട് ഈ ഉപരിമണ്ഡലത്തിൽ നിന്ന് കാര്യങ്ങളെ നിയന്ത്രിച്ചിരിക്കുന്നു. ഓരോരുത്തരുടെ വികാരവും ഇത്രയും മഹത്വമായ ഒരു ഒന്നും പിടിയില്ല. ഈ പ്രപഞ്ചത്തിന്റെ പ്രവിശാലതയെ കുറിച്ച് ചിന്തിച്ചാൽ മനുഷ്യ മനസ്സ് സ്തബ്ധമായി പോകും. അവനെ അത് ചിന്തിക്കണമെന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി എന്ന ആയത്ത് ഓതിയിട്ട് ആരെങ്കിലും ചിന്തിച്ചില്ലെങ്കിൽ അവന് നാശം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ആലോചിച്ചു, ഈ ആയത്താരെങ്കിലും പാരായണം ചെയ്ത് ജീവക കാര്യങ്ങളൊന്നും ചിന്തിച്ചു നോക്കിയാൽ അവന് നാശം, അവൻ നാശമാണ് വരുന്നത്. അതെങ്ങനെയാണ്? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, അവർ നിന്നും ഇരുന്നും കിടന്നും ചിന്തിക്കും. എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഏത് സമയത്തും അവരുടെ ചിന്തയിൽ അതുണ്ടാവും. നിൽക്കുമ്പോൾ അവർക്ക് ചിന്ത ഉണ്ടാവും, ഇരിക്കുമ്പോൾ അവർക്ക് ചിന്ത ഉണ്ടാവും, കിടക്കുമ്പോഴും അവർക്ക് ചിന്ത. എന്ന് പറഞ്ഞാൽ ഈ മൂന്നവസ്ഥ ഇല്ലാത്ത മറ്റൊന്നില്ലല്ലോ. അപ്പോ അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന, അവനിങ്ങനെ നമുക്ക് ആലോചിച്ചുകൊണ്ടിരിക്കും. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് അതിന്റെ നിർമ്മിതിയെയും നടത്തിപ്പിനെയും കുറിച്ച് അവൻ ആലോചിക്കും. എവിടെയെങ്കിലും കുറെ തസ്ബീഹ് അടിച്ച് പള്ളിമൂലയിൽ കുത്തിയിരുന്ന് ദിക്ർ ചൊല്ലി സ്വർഗ്ഗത്തിൽ കടക്കാനല്ല സത്യവിശ്വാസികളെ തെരഞ്ഞെടുക്കുന്നത് എന്ന് മനസ്സിലാവും. ഇബാദത്ത് എന്ന് പറയുന്നത് അല്ലാഹു തആല എങ്ങനെ ഓരോന്ന് പ്രാർത്ഥന, ആ പ്രാർത്ഥന എങ്ങനെ വേണമെന്നത് അവന്റെ നിസ്സഹായത അവനെ ബോധ്യപ്പെടുത്തി കൊടുത്താൽ പറയണം. ഇരുന്നും കിടന്നും നിന്നും ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവന് മനസ്സിലാവും, നാം മഹാ നിസ്സഹായനാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങകലെ 10,000 ലക്ഷം കോടി പ്രകാശവർഷം അകലെ നിൽക്കുന്ന ഒരു സൂര്യൻ, ഒരു നക്ഷത്രത്തിൽ ഒരു വ്യതിയാനം വന്നാൽ ഈ അറബിക്കടലിലെ വെള്ളങ്ങൾ കയറി നമ്മളെ കൂടും കൂടും ഒക്കെ എടുത്തോണ്ട് പോകും, കച്ചവടവും പോക്കും എടുത്തോണ്ട് പോകും. എന്നാലോചിച്ചു, വേണ്ട അടുത്ത് നിൽക്കുന്ന ചന്ദ്രൻ ലേശം അടുത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ച് അകലേക്ക് പോയാൽ ഏറ്റവും വലിയ അനുഭവമുണ്ടാവും. സൂര്യൻ അല്പം കൊണ്ട് അടുത്ത് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് ചാമ്പലെത്തും. ഒരു ദിവസം മുമ്പ് ലേശം ബാക്കിലോട്ട് പോയാൽ ഇവിടെ എല്ലാം ഹിമപാതവും മഞ്ഞ്, കംപ്ലീറ്റ് മഞ്ഞ്, ഒന്നും. അപ്പൊ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ അതാതിന്റെ ആദ്യ കൃത്യമായ വലയത്തിൽ നിന്നും വർഷം ഈ സൂര്യനെ നിങ്ങൾ കണ്ടില്ലേ? തഖ്ദീറുൽ അസീസുൽ അലീം, പ്രതാപവാനും വിവരമുള്ളവനുമായ രക്ഷിതാവ് നിശ്ചയിച്ചതനുസരിച്ച് അതിന്റെ താവളത്തിലേക്ക് സൂര്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നിനക്ക് കാണാൻ കഴിയുന്നില്ലേ? നിനക്ക് വെളിച്ചം കിട്ടുമ്പോ, ഓക്സിജൻ കിട്ടുമ്പോ സൂര്യൻ ജീവിതത്തിൽ ചെയ്യുന്ന സേവനത്തെ കുറിച്ച് നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ഖമറിന്, ചന്ദ്രന് പ്രതിച്ഛയങ്ങൾ, പ്രത്യേകമായ ഘട്ടങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിങ്ങനെ പഴയതുപോലെ പോകുന്നത് നീ കാണുന്നില്ലേ? ഒരുപാട് ഒരുപാട് സംഗതികളുണ്ട്. അപ്പൊ സത്യവിശ്വാസമുള്ള മനസ്സ് വിനയത്തോടുകൂടി പ്രപഞ്ചത്തെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയാൽ അവൻ പറഞ്ഞ അവസാനം റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലൻ സുബ്ഹാനക സുബ്ഹാനക, പടച്ചവനെ നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചല്ല. എങ്ങനെ ഇതൊക്കെയുള്ള സംഗതികൾ വെറുതെ സൃഷ്ടിക്കും? ഇത്രയും കാലം പഠിച്ചിട്ട് നമുക്ക് സൗരയൂഥത്തിന്റെ അപ്പുറത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല. അപ്പൊ ഇവിടെയൊക്കെ ഇത്രയും വലിയ നക്ഷത്രങ്ങളും ഗാലക്സികളൊക്കെ സംവിധാനം ഇത്രയും വളരെ പവർഫുൾ എനർജി അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് റേഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറുതെ അല്ല. റബ്ബന, അവൻ പറയും എന്റെ രക്ഷിതാവിനാണ്, അല്ലാഹുമ്മന്നല്ല പറഞ്ഞത്, റബ്ബന ഞങ്ങളുടെ നാഥ, മാ ഖലഖത ഹാദാ ബാതില. അപ്പൊ പ്രാർത്ഥന ആഴത്തിൽ വേണമെങ്കിൽ സ്വന്തം നിസ്സഹായത മനസ്സിലാക്കാനുള്ള ആഴത്തിലുള്ള വിവരം ഉണ്ടാവുമ്പോഴാണ് ആ പ്രാർത്ഥന ഉണ്ടാവുക.
ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും നമ്മള്. പക്ഷെ പ്രാർത്ഥനയുടെ നമുക്കറിയാം നമ്മൾ പരമനിസ്സായരാണ്. ഈ മഹാപ്രപഞ്ചത്തിൽ ഭൂമി തന്നെ ഒരു ചെറിയ കിടാണ്. അറിയപ്പെടുന്ന പ്രപഞ്ചത്തിന്റെ ഒരു ചിത്രം വരച്ചാൽ സൗരയൂഥം എവിടെ നിൽക്കുന്നു എന്ന് ഒരു സൂര്യയുടെ മുന കൊണ്ട് കുത്തി കാണിക്കാൻ പറ്റാത്ത അത്ര ചെറുതാണ് സൗരയൂഥം. സൂര്യനൊന്നുമല്ല, സൗരയൂഥം മൊത്തത്തിൽ. പിന്നെ ഭൂമിയുടെ കാര്യം എല്ലാ അഹങ്കാരങ്ങളും ഇറങ്ങിപ്പോകും മനുഷ്യന്റെ അഹങ്കാരം എന്ന് പറഞ്ഞ ഈഗോ എന്ന് പറഞ്ഞ പിശാച അവനങ്ങനെ ഇറങ്ങിവിട്ട് കഴിഞ്ഞാൽ പിന്നെ മലക്ക് പരിശുദ്ധമാണ്. മനുഷ്യനും മലക്കും ചേർന്ന് അള്ളയിലേക്ക് ഫനാവും യോജിച്ചു. പിന്നെ തിന്മകളില്ലാത്ത ഒരു മഹത്തായ ലോകത്തിലേക്കാണ് പോകാം. അഹന്ത, ഈഗോ, ഞാനാണ്, എന്റെ കമ്പനിയാണ്, എന്റെ സംഘമാണ് വലുത് എന്നൊരു തോന്നല്, ഞാൻ നല്ല കുടുംബത്തിൽപ്പെട്ടതാണെന്ന് തോന്നല്, എനിക്ക് കുറെ വിദ്യാഭ്യാസമുണ്ട്, കുറച്ച് പണമുണ്ട്, നല്ല സൗന്ദര്യമുണ്ട്, ആരോഗ്യമുണ്ട് എന്നൊരു തോന്നല്, അല്ല പ്രതാപവാനായാണ് ഞാൻ ജനിച്ചത് എന്നൊരു വിവരം അല്ലെങ്കിൽ ബോധം, അതാണ് അഹങ്കാരം. അതങ്ങനെയാണെന്ന് വിചാരിച്ച് നടക്കുന്നതാണ് അഹങ്കാരം. മനുഷ്യരെല്ലാം സമന്മാരാണ്. ഒരു നിശ്ചിത കാലഘട്ടത്തിലേക്ക് ഇവിടെ ജീവിച്ചു. ഒരു നിശ്ചിത കാലഘട്ടത്തേക്ക് ഇവിടെ വന്ന് ജീവിച്ചു പോകാൻ വേണ്ടിയാ അങ്ങനെ പോയേ വെച്ചോളൂ. അപ്പൊ അതിനിടയിൽ ജീവിതത്തിന്റെ ഒഴുക്കിന് വേണ്ടി കറുത്തവനും വെളുത്തവനും ആരോഗ്യമുള്ളവനും ഇല്ലാത്തവനും കൈയുള്ളവനും കൈയില്ലാത്തവനും കണ്ണുള്ളവനും കണ്ണില്ലാത്തവനും ആണും പെണ്ണും വിവിധ ഭാഷ സംസാരിക്കുന്നവരൊക്കെ അല്ലാഹുവിന്റെ അതിബൃഹത്തായ ഒരു പദ്ധതിയാണ്. ഭാഷ നമുക്ക് വ്യത്യസ്തമായ ഭാഷ. ഈ ഭാഷ കൊണ്ട് ജീവിക്കുന്നത്ര വരെ ഭാഷ പഠിക്കുകയും പഠിപ്പിക്കുകയും എഴുതുകയും അച്ചടിക്കുകയും ട്രാൻസ്ലേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ജീവിക്കുന്ന എത്ര കോടി ജനങ്ങളാണ് ലോകത്തോട്. ഇനി അംഗവൈകല്യം വന്നവർക്ക് നമുക്ക് ഭയങ്കര പ്രശ്നമല്ല, അംഗവൈകല്യം ഉണ്ടാകും. പക്ഷെ എത്ര ഹോസ്പിറ്റലുകളുണ്ട് അംഗവൈകല്യം? കൊതുകിലൊരു കാര്യമുണ്ട്. കൊതുക് ഒരു ജന്തുവാണ്, വലിയ ശല്യമാണ്. പക്ഷെ ഈ കൊതുകടിച്ചാൽ പലതരത്തിലുള്ള രോഗം വരും. വെസ്റ്റ് ആഫ്രിക്കയിൽ ഒരു രാജ്യമുണ്ട് നൈജീരിയ. അവിടെ ഈ ബ്രിട്ടീഷുകാർ കൈയടക്കിയപ്പോ അവിടുത്തെ പാവങ്ങളായ മുസ്ലിങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയ സൈന്യത്തെ അയച്ചു കൊടുത്തു. അബാബിൽ പക്ഷികളെ കണ്ടയച്ചതുപോലെ കൊതുക് എല്ലാ വെള്ളക്കാരെ കടിച്ചു. എല്ലാ വെള്ളക്കാരെ കടിച്ചു. 2 വർഷം ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുള്ളപ്പോൾ അത് വിശദമായി പഠിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ ഇവർക്ക് പടവരുതാൻ പറ്റില്ല. അവർ പാവപ്പെട്ട കഴുതപ്പുറത്ത് നടന്ന കൃഷിക്കാരന്മാരാണ്, മുസ്ലിങ്ങളാണ്. അവരടക്കി വരിക്കാൻ ചെന്ന ബ്രിട്ടീഷുകാർക്ക് ആ സംഭവം അവസാനം അവിടെ നിന്ന് ഓടേണ്ടി വന്നു. വൈറ്റ് മീൻസ് ഗ്രേവ്യാർഡ് എന്നാണ് ആ പേര് കൊടുത്തത്. അത് കൊതുക് ആ വെള്ളക്കാരെ മാത്രമേ കടിക്കുള്ളൂ, കറുത്തവനെ കടിക്കില്ല. കറുപ്പനെ കടിച്ചൊന്നും വരൂല്ല. വല്ലാത്ത കൽബാണ് മനുഷ്യ സേവനത്തിൽ. അപ്പൊ ഒരു ജനതയെ രക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ട അബാബിൽ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ആധുനിക ലോകത്തെ കഥയാണ്. അതുപോലെ തന്നെ നമുക്കറിയുന്ന സംഗതിയുണ്ടല്ലോ, കൊതുക് കടിച്ചാൽ രോഗം വരും. രോഗം വന്നാൽ ഹോസ്പിറ്റൽ വേണം. ഹോസ്പിറ്റൽ വേണം, കെട്ടിടം വേണം, റോഡ് വേണം, ആംബുലൻസ് വേണം, ഡോക്ടർമാർ വേണം, എക്യുപ്മെന്റ്സ് വേണം. ആർക്ക് രോഗം വന്നില്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ കോളേജ്, MBBS കോളേജും ഹോമിയോയും യുനാനിയും അലോപ്പതിയും അക്യുപഞ്ചറും അതുപോലെ തന്നെ എന്തൊക്കെ ഉണ്ടല്ലോ. ആരെങ്കിലും പഠിച്ചോനെ എനിക്ക് രോഗം തരണമെന്ന് പറയില്ല. പഠിച്ചോൻ തന്നോളൂ. ഇവിടെ അല്ലാതെ എങ്ങനെ ചെയ്യേണ്ടിയാണ്. അപ്പൊ ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ ഇങ്ങനെ ഇടകലർത്തി വെച്ചിട്ടുള്ള ഇതൊക്കെ കൂടെ ആലോചിച്ച് നോക്കുമ്പോ റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിൽ, ഇതൊന്നും നീ വെറുതെ പഠിച്ചല്ല. വെറുതെ പഠിക്കൂലല്ലോ. അവനുള്ള ബുദ്ധി, അവൻ കുടലിനെ കുറിച്ച് പഠിച്ചു, വേറെ തന്നെ ചെവിയെ കുറിച്ച് പഠിച്ചു, വേറെ തന്നെ കിഡ്നിയെ കുറിച്ച് പഠിച്ചു, വേറെ തന്നെ കാലിനെ കുറിച്ച് പഠിച്ചു, ഒരുത്തൻ നെല്ലിനെ കുറിച്ച് പഠിച്ചു. അവന്റെ ബുദ്ധിയുടെ പൂർണ്ണത. ഒരുത്തൻ പാടാൻ പഠിച്ചു, ഒരുത്തൻ വരയ്ക്കാൻ പഠിച്ചു, ഒരുത്തൻ കല്ല് കെട്ടാൻ പഠിച്ചു, ഒരുത്തൻ റോഡുണ്ടാക്കാൻ പഠിച്ചു. എന്തെല്ലാം തരത്തിൽ ഇത് മനുഷ്യന്മാരും. ഇതൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവും ഇതൊന്നും വെറുതെ ഉണ്ടായതല്ല. അപ്പൊ അവൻ അറിയാതെ പറയുന്ന അതാ പറയുന്നത്. അവന്റെ ഇമ്പോർട്ടന്റ് ക്വാളിറ്റിയാണ്. അതായത് പിന്നൊരൊറ്റ നരകത്തിലുള്ള കഴിച്ചിലാക്കി തരണേ. എല്ലാവരും ചോദിക്കണത് തന്നെയല്ലേ ആത്യന്തികമായി, പഠിച്ച നിന്നെ കഴിച്ചിലാക്കി തരണേ, എന്റെ കുടുംബത്തിൽ അതിന് ഞങ്ങളെ കഴിച്ചിലാക്കണേ. നരകത്തിൽ നരകം വേദനയാണ്, പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നരകത്തിൽ നിന്ന് കഴിച്ചിലാക്കി തരണേ എന്നവൻ അറിയാതെ പ്രാർത്ഥിച്ചു പോകും. എപ്പോ അവനവന്റെ നിസ്സഹായത ബോധ്യമാകുമ്പോൾ. അപ്പൊ ആവശ്യങ്ങൾ എന്തുണ്ടെങ്കിലും കുഴയണ്ട, റബ്ബിന്റെ വാതിൽ മുട്ടണം, മടിക്കണ്ട. ധൈര്യമായി അള്ളാഹുവിനോട് ചോദിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതെങ്ങനെ? എല്ലാം സംരക്ഷിക്കുന്നവൻ, എല്ലാം അറിയുന്നവൻ, കഴിവുള്ളവൻ,
ഇങ്ങനെ കാത്തിരിക്കുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കാനുള്ളതാണ്. എന്നിട്ട് റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിൻ നാര ഫഖദ് അസൈതഹു വമാ ലിൽസാലിമീന മിൻ അൻസാർ. പക്ഷേ ഞാൻ നരകണ്ടല്ലോ, അതിലാരെങ്കിലും നീ കടത്തിയാൽ നീ അവനെ നിർമ്മിച്ചു തന്നെയാണ്. എന്നെ നീ നിർമ്മിക്കല്ലേ, ഞങ്ങളെ നീ നിർമ്മിക്കല്ലേ എന്ന് ആ പ്രാർത്ഥന ഉത്ഭൂതമാകുന്ന ആ ഒരു അവസ്ഥ നമ്മളെ പഠിപ്പിക്കുക. അതായത് മനുഷ്യൻ അഹന്തയോടെ അവനെ സമീപിക്കരുത്, പരമനിസ്സഹായനായിട്ടാണ് സമീപിക്കേണ്ടത്. ആ ഉറച്ച വിശ്വാസത്തോടെ സമീപിക്കണം. അത് എന്താണ് ചോദിച്ചാൽ തീർച്ചയായും കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഇരുന്നില്ല. റബ്ബനാ ഇന്നനാ സമഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാൻ ആമിനൂ ബിറബ്ബികും ഫആമന്നാ. സത്യവിശ്വാസത്തിലേക്ക് വിളിക്കുന്നവന്റെ വിളി നമ്മൾ കേട്ടിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. സത്യവിശ്വാസത്തിന്റെ വിളി പ്രവാചകനോട് മാത്രമല്ല, ഈ പ്രപഞ്ചം മുഴുവൻ സത്യവിശ്വാസത്തിലേക്ക് വിളിക്കുന്നത്. സൂര്യൻ നമ്മളെ സത്യവിശ്വാസത്തിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നു, രാവും പകലും നമ്മളെ സത്യവിശ്വാസത്തിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നു. വെയിലും മഞ്ഞും മഴയും കാടും പുഴയും മത്സ്യവും നമ്മളെ സത്യവിശ്വാസത്തിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെ അതിന്റെ ജീവിതം എന്ന് പഠിച്ചു വയ്ക്കുക. അല്ല, ഓരോ രോമകൂപങ്ങളും നമ്മളെ സത്യവിശ്വാസത്തിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് നമ്മുടെ നാക്ക് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മുടെ കണ്ണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മുടെ ചെവി വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് കാല് നമ്മൾ ഭൂമിയിലൂടെ നടക്കുന്നത്. നമ്മൾ കൈ നോക്കും, കാല് ഇത്രയുള്ള സാധനം അത് തന്നെ അകത്ത് വരുന്ന തറ തൊട്ടൂല, കുറച്ച് മുകളിലോട്ട, ഇങ്ങനെ ഇന്നിങ്ങനെ അത്രയും സ്ഥലം കൊണ്ട് ഈ തടി എങ്ങനെ കൊണ്ടുനടക്കും. ഒരു കാലിലോട്ട സംഭവം, ഒരു കാലം എപ്പോഴും മുകളിലായിരിക്കും. വല്ലാത്ത കാര്യം നിങ്ങൾ നടക്കുന്ന നമ്മൾ നടന്നോളല്ലേ, നമ്മളല്ലേ നടക്കുന്നത്. പക്ഷെ നമ്മളൊന്നും ചിന്തിച്ചില്ല. ഒരു കാലം വെച്ചാൽ അടുത്ത കാലം മുകളിലായിരിക്കും, പിന്നെ അടുത്ത കാലം. അത് എങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ കറങ്ങണ ഭൂമിയിൽ എങ്ങനെയാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഭൂമി കറങ്ങണമെന്നാണല്ലോ പറഞ്ഞത്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അവർ തന്നെ പറഞ്ഞു സൗരയൂഥം കറങ്ങണമെന്നല്ലേ പറഞ്ഞു. അപ്പൊ നമ്മളെങ്ങനെ ഈ വീടും മുടിയും മകനെയും മക്കളും ഒക്കെ ആയിട്ട് ജീവിച്ചോളത്? മഹാ അത്ഭുതം. റബ്ബന മാ ഖലഖ്തനാ ഹാദാ ബാതില. ഇത്രയും വലിയ തടി 50, 70, 80, 90, 100 കിലോക്കോളം ഉണ്ടാവും. ഇത് വളരെ ചെറിയ രണ്ട് കാല്. ആ കാലിന്റെ ഷേപ്പ് എന്ന് നോക്കിയാൽ ഇത് മുഴുവനോട് ഉൾക്കൊണ്ട ഒരു സാധനം ബാലൻസ് അടുത്തെടുത്ത് ഇവിടെ അടുത്തെടുത്ത്. അപ്പോ തലച്ചോറിനുള്ള ഓർഡർ കണ്ട് നഷ്ടപ്പെട്ടത് ആർക്കാ ഗ്യാരണ്ടി? ആർക്കാണ് ധൈര്യപൂർവ്വം പറയാൻ കഴിയുന്നത് എനിക്ക് ഗ്യാരണ്ടി ഉണ്ട്? ഒരാളൊന്നും ഗ്യാരണ്ടി ഇല്ല. നമ്മുടെ മുന്നിൽ കുഴഞ്ഞുകൊണ്ട് വരുന്നു. അപ്പൊ ഇതൊക്കെ വളരെ ആസൂത്രിതമായി ചെയ്യുന്ന ഒരുത്തന്റെ പിടിത്തത്തിലാണ് നാം എന്നൊരു ബോധം ഉണ്ടാവുമ്പോ, പഠിച്ചവനെ ഞാൻ നിന്റെ അടിമയാണ്, എന്നെ കഴിച്ചിലാക്കി തരണേ, എന്റെ കുടുംബത്തിലെ കഴിച്ചിലാക്കി തരണേ. അതുകൊണ്ട് ഞങ്ങൾ ഇതിലൊക്കെ വിശ്വസിക്കുന്നു. നിന്റെ ശക്തിയിൽ, നിന്റെ കഴിവില്, നിന്റെ എല്ലാ സംഗതികളെയും നമ്മൾ വിശ്വസിക്കുന്നു. നീ നിന്നെ കുറച്ച് പറഞ്ഞതിലെല്ലാം ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നതാണ് ഈ മാറ്റ വിശദമായ അർത്ഥം. അതുകൊണ്ട് എന്താ വേണ്ടിയത്? നിങ്ങളുടെ പാപങ്ങൾ കൊടുക്കണം, നിങ്ങളുടെ തെറ്റുകൾ തിന്മകളെ നീ മറയ്ക്കണം, നിങ്ങളെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തണം. ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. പക്ഷേ നീ പ്രവാചകന്മാർ വഴി നീ വാഗ്ദാനം ചെയ്ത ആ വാഗ്ദാനമുണ്ടല്ലോ അത് നിങ്ങൾ നടപ്പാക്കണം. അപ്പൊ ചോദിച്ചേ പറ്റൂ. ആരെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കുന്നില്ലെങ്കിൽ അള്ളാഹു കോപിക്കും. നീ അവരോടൊന്ന് പറഞ്ഞില്ല, അവരുടെ പ്രാർത്ഥനയില്ലെങ്കിൽ നാം അവരെ പരിഗണിക്കുമായിരുന്നില്ല. അപ്പൊ പ്രാർത്ഥനയാണ് ജീവിതം, പ്രാർത്ഥനയാണ് ശക്തി. പ്രാർത്ഥനയുടെ ശക്തി ഭയങ്കരമാണ്. ദ പവർ ഓഫ് പ്രയർ, അതാണ് ജീവിതം, അതാണ് കോൺഫിഡൻസ്, അതാണ് ആശ്വാസം, അതാണ് സമാധാനം, അതാണ് ആനന്ദം, അതാണ് സ്നേഹം, അതാണ് ഐശ്വര്യം. അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുക എന്നുള്ളത് പ്രാർത്ഥനയ്ക്ക് ഭൗതികമായി തന്നെ. പ്രാർത്ഥനയ്ക്ക് നിങ്ങളെ ഈ തൈറോയിഡിൽ വ്യത്യാസമുണ്ടാവും. മധുരം ശരീരത്തിന് അനുഭവപ്പെടും, ശരീരത്തിന് അനുഭവപ്പെടും. നല്ലോണം നിസ്കരിച്ചാൽ, നല്ലോണം പ്രാർത്ഥിച്ചാൽ, രക്ഷിതാവിനോട് അടുത്താൽ ശരീരത്തിന്റെ ബ്ലഡിന്റെ കെമിസ്ട്രി ചേഞ്ച് ഉണ്ടാവും. നമുക്ക് സ്വയം അതിന് അനുഭൂതി ഉണ്ടാവും. ഈ ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്ക് പോകുന്നത് പോലെ, മഹാപ്രപഞ്ചത്തിലെ മഹാനാഥനെ കാണാൻ പോകുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും. അത് പ്രാർത്ഥനയുടെ പ്രത്യേക നിമിഷമാണ്. നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കാം, ബാങ്കും ശേഷം പ്രാർത്ഥിക്കാം, രാത്രിയുടെ അന്ത്യയാകുമ്പോൾ പ്രാർത്ഥിക്കാം, റമദാനിൽ പ്രാർത്ഥിക്കാം,
അതുപോലെ എല്ലാ ദിവസങ്ങളിലും പ്രാർത്ഥിക്കാം, എപ്പോഴും അള്ളാഹു തആല കിട്ടും. പക്ഷെ ചില പ്രത്യേക സമയങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ കണ്ടുപിടിച്ച് കഴിവിന്റെ പരമാവധി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചു ജയിക്കുന്ന സത്യവിശ്വാസികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പതിവാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിഹി വഅദീമി സുൽത്താനിഹി സുബ്ഹാനക ലാ നഹീദുനാ കമാ അസ്നൈത നഫ്സഹു ലകൽ ഹംദു ഹത്താ തർളാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباب، أوصيكم وإياي أن تتقوا. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ് വസിയത്ത്. പ്രാർത്ഥന ചെറിയ വിഷയമല്ല, പ്രവർത്തിക്കാൻ നമുക്ക് കഴിയില്ല. അത് പറയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും. പ്രവർത്തിക്കാൻ നമുക്ക് കഴിയില്ല എന്നാണ്. വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ എന്നാണ്. നിങ്ങളെയും നിങ്ങളുടെ പ്രവൃത്തിയും സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മളെയും സൃഷ്ടിച്ചത്, നമ്മളെ പ്രവർത്തിയും. വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ. മനുഷ്യ പ്രവർത്തനങ്ങൾ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ഒരു പ്രശ്നമാണല്ലോ, നമുക്ക് ആരെ ചെയ്യാൻ പറ്റുന്ന വിശ്വസിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യാം. മറ്റതൊക്കെ പ്രപഞ്ചത്തിന്റെ അതാണ് ആ ഒരു തെരഞ്ഞെടുപ്പ് അവകാശമുള്ളൂ. നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മോഹം എങ്ങനെയായി, നമ്മൾ പ്രവർത്തിച്ചിട്ടില്ലല്ലോ എങ്ങനെയായി. അതുപോലെ ഒരുപാട് സംഗതികൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പ്രവർത്തിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് തീരുമാനിച്ചത്. നമ്മളോട് വിശ്വസിക്കാനും ആവശ്യമുള്ള പ്രാർത്ഥിക്കാനും. പ്രാർത്ഥിച്ചാൽ 3 ടൈപ്പിലാക്കല. ഒന്ന് ഉടനെ അടുത്തത്, അല്ലെങ്കിൽ അത് പരലോകത്തേക്ക് മാറ്റും, അല്ലെങ്കിൽ അതിന് തുല്യമായ ഷർറ് മാറ്റും. അപ്പോഴാണ് സംഗതി വീഴുന്നത്. ഞാൻ ദ്വാരന്ന് കിട്ടിയില്ലല്ലോ എന്ന് ആരും കരുതിക്കണ്ടില്ല. ദ്വാരന്നാൽ നമ്മുടെ എല്ലാ കാര്യങ്ങൾ ചെയ്യണം. അതല്ലേ ഇത് റിക്വസ്റ്റ് അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് അത് ഫയൽ നോക്കിയിട്ട് ആ ഏവനെ എപ്പോ എന്ത് വേണമെന്നുള്ള അല്ല തീരുമാനിക്കും. ഈ പ്രശ്നമാണല്ലോ. ഒരുത്തം ദ്വാരക്കാണ് പഠിച്ചപ്പോഴാണ് അവനോടൊരു വലിയ വണ്ടി മറ്റൊക്കെ ഈ എന്ന് കഴിച്ചിട്ട് അങ്ങനെ എന്നെ മകൾക്ക് പഠിക്കാൻ പറ്റില്ല. ഞാനൊരു ചെറിയ വീട്ടിൽ അവന്റെ വണ്ടി ഇടിച്ചെന്ന് തകർത്താണ് റബ്ബേ. ഓനാണെങ്കിൽ പക്ഷെ ഞാൻ നിന്റെ അന്ന് അനുഗ്രഹം കൊണ്ടുപോകാനല്ല, എന്റെ വണ്ടി എന്നെ നീ കാക്കണേ. രണ്ടും പ്രാർത്ഥനയാണ്. അങ്ങനെയുണ്ടല്ലോ ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നാശത്തിന് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കുടുംബം എന്ന് നിലനിൽക്കാനും നാശത്തിന് പ്രാർത്ഥിക്കാൻ പാടില്ല. ഓന്റെ ഷർറ് ഭയങ്കരമാണ്. അവന്റെ കൈകാലം നീ ഒന്ന് പഠിച്ചോളാം. പ്രാർത്ഥിക്കല്ലേ, പ്രാർത്ഥിക്കുക. വാക്കോട്ട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമ്മൾ ശാപം ചെയ്യും. നശിച്ചോട്ടെ, തൊലഞ്ഞോട്ടെ, പടച്ചോന്നില്ല നശിപ്പിക്കട്ടെ. അതൊന്നും പ്രാർത്ഥന. ഒരുത്തം പറയാം പടച്ചോന്ന് നശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞാൽ പടച്ചോ അങ്ങനെ നശിപ്പിക്കാന്ന് പിന്നെ ഈ പ്രപഞ്ചത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ ആര് എപ്പോ എന്ത് പ്രാർത്ഥിച്ചാലും എവിടെ ആർക്ക് എന്ത് എങ്ങനെ ഏത് സമയത്ത് എത്ര കൊടുക്കണം എന്നത് തീരുമാനിക്കാനുള്ള അവകാശം അല്ലാർക്കും കൊടുത്തില്ല. അതല്ല. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഒന്നുകിൽ ആ പ്രാർത്ഥനയുടെ ഫലം നമുക്ക് ഉത്തമമാണെങ്കിൽ അപ്പം തന്നെ തരും. അതല്ലെങ്കിൽ അതിന്റെ സവാബ് പരലോകത്തേക്ക് മാറ്റും. അതല്ലെങ്കിൽ അത്രയും തിന്മ നമ്മളിൽ നിന്ന് തടയും, വരാനുള്ള തിന്മ. അപ്പൊ ഒരു തരത്തിലും വെറുതെ വിടില്ല. പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ഒരു വാക്ക് പ്രാർത്ഥിച്ചാൽ, നാക്കൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല, അക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചാൽ അല്ലാതെ ആശകൾ പലതും പ്രാർത്ഥനകളായി മാറാം. ആശ തിരിച്ചറിയും അത് പ്രാർത്ഥനയാണ്. ആശയും പ്രാർത്ഥനയും വളരെ അടുത്തടുത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചിത്രീകരണം. ഒരടിമയെ പരലോകത്ത് ഹാജരാക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നിട്ട് അള്ളാഹു അടിമയോട് ചോദിക്കുക, അല്ല അടിമ, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് നീ പ്രാർത്ഥിച്ചോ? ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. അപ്പൊ അല്ലാഹു വേണ്ടി ചോദിക്കുന്നു, ഒരു ദിവസം നീ ഒരു പ്രയാസം, ഒരു ദുഃഖം, ഒരു വേദന മാറ്റി കിട്ടാൻ വേണ്ടി എന്നോട് പ്രാർത്ഥിച്ചല്ലോ? പ്രാർത്ഥിച്ചു. അപ്പൊ തന്നെ ഞാൻ മാറ്റി തന്നല്ലേ? അതേ മാറ്റി തന്നു. അത് നിനക്ക് ദുനിയാവിൽ അത്യാവശ്യമാണെന്ന് എന്റെ ജ്ഞാനത്തിൽ അറിയാമായിരുന്നോണ്ട് മാറ്റി. മറ്റൊരിക്കലും ഒരു ദുഃഖം മാറ്റാൻ നീ ഒരുപാട് പ്രാർത്ഥിച്ചു നോക്കിയല്ലോ? ഇല്ല. പ്രാർത്ഥിച്ചു. ഞാൻ മാറ്റി തന്നില്ലല്ലോ? ഇല്ല, തന്നില്ല.
അതിന്റെ തവാബുകൾ പരലോകത്തേക്ക് വെച്ചത്. അടുത്ത ചോദ്യം, നീ ഒരാവശ്യം എന്നോട് ഇന്ന ദിവസം ചോദിച്ചില്ലേ, ഞാൻ അപ്പം തന്നെ തന്നില്ലേ? അതെ, എനിക്കറിയാം അത് നിനക്ക് അവിടെ ആവശ്യമാണ്, അപ്പൊ തന്നെ ഞാൻ തരും. മറ്റൊരിക്കലൊരു ആവശ്യം നീ ചോദിച്ചല്ലോ, ഞാൻ തന്നില്ലല്ലോ, ഇല്ല. നിനക്ക് ദിവസം ഉണ്ടായി. അതാ അതിന്റെ തവാബ് ഞാനിവിടെ മാറ്റി. ഇങ്ങനെ പറയുമ്പോ ഒടുവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഈ അടിമയുടെ മുന്നിൽ ഇങ്ങനെ നിർത്തിയിട്ട് ഓരോ സംഗതികളും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ ആ അവസ്ഥ എത്തുമ്പോൾ മുഅ്മിൻ പറയാ, സത്യവിശ്വാസം പറയാ, യാ ലൈതഹു ലം യകുൻ അജ്ല ലഹു ശൈഉൻ മിൻ ദുആഇഹി. എന്റെ പ്രാർത്ഥന ഉണ്ടല്ലോ ദുനിയാവിൽ ഒന്നും തന്നെ പെട്ടെന്ന് തരാതെ സ്വീകരിക്കാതെ കിട്ടുന്നെങ്കിൽ എത്ര നന്നാവുമായിരുന്നു. കാരണം അതെല്ലാം എനിക്കിവിടെ കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ എപ്പോഴെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് തോന്നണമെങ്കിൽ ഒരിക്കലും നഷ്ടാവില്ല. അതവിടെ ഉണ്ടാവും. ഏറ്റവും നല്ല പ്രാർത്ഥന ഒരാൾ ചെന്ന് റസൂലിനോട് ചോദിച്ചു. 3 പ്രാവശ്യം ചോദിച്ചപ്പോഴാണ് റസൂൽ പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. അബൂ ഉമാമ റിപ്പോർട്ട് ചെയ്യുന്ന റസൂൽ ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഒന്നും ഹിഫ്ളാക്കാൻ കഴിഞ്ഞില്ല, അതായത് മനപ്പാടാക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് അതെല്ലാം കൂടെ ചേർത്തൊരു പ്രാർത്ഥന. എന്നാ റസൂൽ അള്ളാഹുന്റെ പ്രവാചകൻ ചോദിച്ച എല്ലാ നന്മകളും തരണേ, അള്ളാഹുന്റെ പ്രവാചകൻ കാവലിനെ ചോദിച്ച എല്ലാ തിന്മകളും ഞങ്ങളെ തടയണേ. അങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ എല്ലാവരോടും പഠിപ്പിക്കാൻ പറ്റും. അപ്പൊ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയാണ് ജീവിതം. പ്രാർത്ഥിച്ചിട്ടേ മാറ്റാൻ പറ്റും. പ്രാർത്ഥിക്കുമ്പോൾ അകം മാറും. അകത്ത് പുറത്തെന്ത് നടക്കുന്നു, സറൗണ്ടിങ്സിൽ എന്ത് നടക്കുന്നു ഒരിക്കലും പ്രശ്നമല്ല. ദൃഢമായ വിശ്വാസത്തോടെ ബോധത്തോടെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ അകം മാറും. അകം മാറുമ്പോൾ ഗ്രാജുവലായിട്ട് പുറത്തേക്ക് പ്രവർത്തനം വരും. അങ്ങനെ പുറവും മാറും. അകം മാറിയേ പുറം മാറും. അകം മാറുമ്പോൾ പുറം മാറും. അങ്ങനെ സമൂഹം മാറും, കുടുംബം മാറും, സമൂഹം മാറും, അങ്ങനെ ലോകം മാറും. അങ്ങനെ പ്രാർത്ഥനാ നിരതമായ ഈ പ്രപഞ്ചത്തിന്റെ സംഗീതത്തോടൊപ്പം ഇവിടെയുള്ള ചീവടികൾ പ്രാർത്ഥിക്കുന്നത് പോലെ, ഇവിടെയുള്ള മത്സ്യങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെ, ഇവിടെയുള്ള മരങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെ, ഇവിടെയുള്ള കാറ്റുകളും മഴയും പുഴയും ഒക്കെ പ്രാർത്ഥിക്കുന്നത് പോലെ മനുഷ്യനും ആ സംഘഗാനത്തിൽപ്പെട്ട് പ്രാർത്ഥിച്ച് രക്ഷിതാവിന്റെ ഉത്തമനായ അടിമയായി ജീവിത വിജയം വരിക്കുക, അതിലേക്കാണ് രക്ഷിതാവ് വിളിച്ചുകൊണ്ടുപോകുന്നത്. ആ ശാന്തഗേഹത്തിലേക്കാണ് യദുഉ ആ ശാന്തഗേഹത്തിലേക്കാണ് നമ്മളെ അല്ലാഹു തആല വിളിച്ചുകൊണ്ടുപോകുന്നത്. അവിടെ എത്തിച്ചേരാൻ നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന മാത്രമാണ് നമുക്കുള്ള ആയുധം. ആ ആയുധം ഏറ്റവും നന്നായി പ്രയോജനപ്പെടുത്തി വിജയിക്കുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. اللهم اغفر لنا ابو بكر وعمر وعثمان وعلي حمزه والعباس ومن حسن والحسين ومن بقيه اصحاب رسول الله اجمعين. കരുണ്യവാനായി തമ്പുരാനെ ഞങ്ങളുടെ എല്ലാവരും നമ്മുടെ മാതാപിതാക്കന്മാർ, ഉസ്താദന്മാർ, ബന്ധുക്കൾ, സഹോദരന്മാർ, സുഹൃത്തുക്കൾ, മുൻകാല സത്യവിശ്വാസികൾ, മുഴുവൻ സത്യവിശ്വാസികൾ എല്ലാവർക്കും തമ്പുരാനെ ഞങ്ങളിൽ മുന്നേ നിലനിർത്തിയ ആൾക്കാരുടെ കബറിടങ്ങളെ സ്വർഗ്ഗപൂങ്കാവനമാക്കി മറ്റുള്ളവരുടെ തമ്പുരാനെ ഞങ്ങളുടെ രോഗങ്ങളെല്ലാം നിശ്ചയാക്കി തരണം തമ്പുരാനെ. എല്ലാ കുറവുകളും പരിഹരിച്ചു തരണം തമ്പുരാനെ. എപ്പോഴും പ്രാർത്ഥിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. പ്രാർത്ഥനാ നിരതമായ ഒരു ജീവിതമായി ആ സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടുകൂടി കാവ്യത്വം മതിയായി നിന്നിലേക്ക് കടന്നു വരാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ ദുഃഖങ്ങളും വേദനകളും പ്രയാസങ്ങളും ഘടകങ്ങളും ഒക്കെ നീ മാറ്റിത്തരണം തമ്പുരാനെ. ഖൈറും ബർക്കത്തും എല്ലാ കാര്യത്തിലും തരണേ തമ്പുരാനെ. സക്രാത്തുൽ മൗത്തിന്റെ വേദനകൾക്ക് ആശ്വാസപ്രദമാക്കി തരണം തമ്പുരാനെ. ഞങ്ങളുടെ കബറിടങ്ങളെ പ്രവേശാലങ്ങളാക്കണേ നാഥ. നരകശിക്കുന്ന സ്വർഗം നൽകി അനുഗ്രഹിക്കുന്നു തമ്പുരാനെ. നിന്റെ ലിഖാവിൽ നീ പ്രവേശിക്കുന്ന തമ്പുരാനെ. ഫിർദൗസിൽ നിന്റെ ലിഖാവിൽ ഒരുമിച്ച് കൂടാൻ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم اعز الاسلام والمسلمين. اللهم اعز الاسلام والمسلمين. اللهم اعز الاسلام والمسلمين. اللهم انصر اعمال المجاهدين في كل مكان يا ارحم الراحمين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. واخر دعوانا